ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 54 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഗജകേസരി യോഗം, അതായത് മാർച്ച് 26 മുതൽ ഈ നക്ഷത്ര ജാതകരുടെ അനുഭവത്തിൽ വരുന്നതാണ്. ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഓരോ സമയവും സംഭവിക്കുന്നുണ്ട്. അതിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു യോഗമാണ് ഗജകേസരി യോഗം. മാർച്ച് 28-നാണ് ശക്തമായ ഗജകേസരി യോഗം രൂപപ്പെടുന്നത്. വ്യാഴം മിഥുനം രാശിയിൽ തന്നെ തുടരുകയും ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് സമ്മാനിക്കുക. ഏകദേശം 54 മണിക്കൂറോളമാണ് ഈ ഗജകേസരി യോഗം നിലനിൽക്കുന്നത്. ഈ ഗ്രഹമാറ്റം 12 രാശിക്കാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് സമ്മാനിക്കുക. വ്യാഴവും ചന്ദ്രനും ചേർന്ന് സൃഷ്ടിക്കുന്ന ഗജകേസരി യോഗം പല തരത്തിലാണ് ഗുണാനുഭവങ്ങളെ സമ്മാനിക്കുക. വ്യാഴം നിലവിൽ മിഥുനം രാശിയിൽ കടന്നു പോകുന്നു. എന്നാൽ ഈ യോഗത്തിൻ്റെ സ്വാധീനം 9 നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ ഗുണാനുഭവങ്ങൾ സമ്മാനിക്കും. ഈ നക്ഷത്ര ജാതകർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഇനി വന്നു ചേരുക. നിങ്ങളുടെ ജാതകത്തിൽ ഗജകേസരി യോഗഫലം ഉണ്ടെങ്കിൽ അത് വളരെയധികം സന്തോഷകരവും ആഡംബരപൂർണവുമായ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന കാലമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായ സ്ഥിതിയും സമൂഹത്തിൽ പ്രശസ്തിയും വളരെ വലിയ അംഗീകാരങ്ങളും ഒക്കെ നേടുവാൻ സാധിക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ട് വന്നു ചേരുക. ആദിത്യൻ മീനം രാശിയിൽ ഉത്രട്ടാതി ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ, രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്നു. ശനി മീനം രാശിയിലാണ്. ശനിയുടെ മൗഢ്യം തീവ്രതയിൽ തുടരുന്ന കാലമാണ്. വ്യാഴത്തിൻ്റെ സഞ്ചാരം മിഥുനം രാശിയിൽ നേർഗതിയിലായിരിക്കുന്നു. മാർച്ച് 25 സായാഹ്നം മുതൽ ശുക്രൻ മേടത്തിലേക്ക് സംക്രമിക്കും. ബുധനും ചൊവ്വയും കുംഭത്തിൽ തുടരുന്നുണ്ട്. 4 മാസമായി തുടരുന്ന കുജമൗഢ്യം ഈ ആഴ്ച കൂടി അനുഭവപ്പെടും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. ആരോഗ്യപരമായി നിങ്ങളുടെ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന വാരമാണ്. അതുപോലെ വാഹനത്തിനായി പണം മുടക്കേണ്ടി വരും. സഞ്ചാര ക്ലേശം വർദ്ധിക്കുന്നതാണ്. സ്ത്രീകളുമായി ഇടപെട്ട് മാനഹാനിക്ക് സാധ്യതയുണ്ട്. വിദേശ യാത്രക്കുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വിജയം കൈവരിക്കുന്നതാണ്. ഇൻഷുറൻസ്, ചിട്ടി, ലോട്ടറി എന്നിവയിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ ഇവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പണം മുടക്കേണ്ടി വരും. അലഞ്ഞു തിരിയുന്ന ഒരു ശീലമുണ്ടാകുന്നതാണ്. അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വരും. സഞ്ചാര ക്ലേശം വർദ്ധിക്കുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗാരിഷ്ടത ഉണ്ടാകുവാനും സാധ്യതയുള്ള വാരമാണ്. അപ്രതീക്ഷിതമായ ചെലവുകൾ വർദ്ധിക്കും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കടം വാങ്ങേണ്ടി വരുന്നതാണ്. വാഹന യാത്രക്കിടയ്ക്ക് ധനനഷ്ടം സംഭവിക്കുവാൻ ഇടയുള്ള വാരമായതിനാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതിയോ അതുമല്ലെങ്കിൽ മാതാവിനോ തത്തുല്യരായ ആളുകൾക്കോ അരിഷ്ടതകൾ എന്നിവ ഉണ്ടാകാം. അതുപോലെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗാദി ദുരിതങ്ങളിൽ നിന്ന് മോചനം, ഭവനത്തിൽ നിന്ന് ഉപയോഗമുള്ള വസ്തുക്കൾ മോഷണം പോകാം. ബന്ധുക്കൾ നിമിത്തം നേട്ടങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് വലിയ നേട്ടമുണ്ടാകും. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്കും സാധ്യതയുണ്ട്. ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ വർദ്ധിക്കുന്ന വാരമാണ്. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം. അതുപോലെ ബന്ധുജനങ്ങളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ട സ്ഥിതി വന്നു ചേരുവാനും ഇടയുള്ള വാരമാണ്.
അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. വിദേശത്ത് നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. ശാരീരികമായി എന്തെങ്കിലും അരിഷ്ടതകൾ നേരിടേണ്ടി വരുന്നതാണ്. ബിസിനസ്സുകളിൽ നിന്നും മികച്ച നേട്ടം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സ്ഥലം മാറ്റമുണ്ടാകും. ദ്രവ്യലാഭത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഗ്രഹത്തിൽ ശാന്തത കൈവരിക്കുവാൻ കഴിയുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. ഒന്നിലധികം തവണ ദീർഘയാത്രകൾ വേണ്ടിവരും. വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ ഉണ്ടാകും. ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായി മാറ്റം, അന്യദേശവാസം എന്നിവയുണ്ടാകും. പുണ്യസ്ഥല സന്ദർശനത്തിനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. രോഗദുരിത ശമനം, ജീവിത പങ്കാളിയിൽ നിന്നും ഉറച്ച പിന്തുണ, പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ എന്നിവയുണ്ടാകാം. അനിയന്ത്രിതമായ കോപം പലപ്പോഴും ആപത്തായി തീരുന്നതാണ്. വിദേശത്ത് നിന്നും നാട്ടിൽ തിരികെ എത്തുവാൻ കഴിയുന്നതാണ്. അതുപോലെ ബാങ്കുകളിൽ നിന്നും ലോൺ പാസ്സായി കിട്ടുവാനും ഭാഗ്യമുള്ള വാരമാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് കഫജന്യ രോഗങ്ങൾ ഈ ആഴ്ച വന്നു ചേരുവാനിടയുണ്ട്. അതുപോലെ ദീർഘയാത്രകളെല്ലാം തന്നെ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. പണമിടപാടുകളിലും ശ്രദ്ധിക്കുക. പൈതൃക സ്വത്തിൻ്റെ അനുഭവ ഗുണമുണ്ടാകും. അതുപോലെ കരുതി വച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരുന്നതാണ്. മാനസികമായ പിരിമുറുക്കം വർദ്ധിക്കുന്ന വാരം കൂടിയാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും. അതുപോലെ മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം, മറ്റുള്ളവരുമായി കലഹങ്ങൾക്ക് സാധ്യത, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരിക, ഇവയെല്ലാം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. പണമിടപാടുകളിൽ ചതിവ് പറ്റുവാൻ സാധ്യതയുള്ള വാരമാണ്. അതുപോലെ പിതാവിന് അരിഷ്ടതകൾ വന്നു ചേരുവാനും ഇടയുള്ള കാലമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. സർവകാര്യപ്രതിബന്ധം, അനാരോഗ്യം, വിദേശ സഞ്ചാരം സാധ്യമാകും. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് എതിർപ്പുകൾ വർദ്ധിക്കുന്നതാണ്. ആയതിനാൽ അനുഭവങ്ങൾ ലഭിക്കുവാൻ അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അപ്രതീക്ഷിതമായ ധനനഷ്ടം നേരിടുവാൻ സാധ്യതയുള്ള കാലമായതിനാൽ സാമ്പത്തികമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാനുള്ള തീരുമാനം അല്പം കൂടി നീട്ടിവെക്കുന്നതാണ് ഉത്തമം. ലഹരി വസ്തുക്കളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. വിലപ്പെട്ട രേഖകൾ കൈമോശം വരുവാനിടയുണ്ട്. കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുക. ബന്ധുജന സഹായത്തിന് ശ്രമിച്ചാൽ യാതൊരു രീതിയിലും വിജയിക്കുന്ന വാരമല്ല. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിതമായ നഷ്ടമുണ്ടാകും. ബന്ധുജന സഹായം ലഭിക്കുന്നതാണ്. അനുകൂലമായി ലഭിച്ചിരുന്ന പല കാര്യങ്ങളും കൂടുതൽ വർദ്ധിച്ച തോതിൽ ലഭിക്കുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട പ്രമോഷൻ ലഭിക്കും. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഇൻ്റർവ്യൂവിൽ നേട്ടം കൈവരിക്കുവാൻ കഴിയും. അതുപോലെ തൊഴിൽപരമായ നേട്ടങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് മുതിർന്നവരിൽ നിന്നും അംഗീകാരം വന്നു ചേരും. സന്താന ഗുണം ഉണ്ടാകുന്ന വാരമാണ്. ഉറ്റ സുഹൃത്തിൻ്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്നും രക്ഷ നേടുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ചോദ്യ നക്ഷത്ര ജാതകരാണ്. മനസ്സിനെ ബുദ്ധിമുട്ടിച്ചിരുന്ന പലവിധ പ്രശ്നങ്ങളിൽ നിന്നും ഈ ആഴ്ച മോചനമുണ്ടാകും. കുടുംബസമേതം യാത്രകൾ നടത്തുവാൻ കഴിയുന്നതാണ്. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം. സ്വന്തമായി ബിസിനസ് നടത്തുന്ന ആളുകൾക്കും മികച്ച ലാഭം ഉണ്ടാകുന്നതാണ്. യാത്രകൾ മൂലം വലിയ നേട്ടവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. യാത്രകൾ ഈ ആഴ്ച വളരെയധികം വർദ്ധിക്കുന്നതാണ്. രോഗാദി ദുരിതങ്ങളിൽ വിഷമിക്കുന്ന ആളുകൾക്ക് അല്പം ആശ്വാസമുണ്ടാകും. ഭക്ഷണത്തിൽ നിന്നും അലർജി പിടിപെടുവാൻ ഇടയുള്ള കാലമാണ്. അതുപോലെ വളർത്തു മൃഗങ്ങളിൽ നിന്നും പരിക്കേൽക്കാതെ ശ്രദ്ധിക്കുക. ഇരുചക്ര വാഹനം വാങ്ങുവാൻ യോഗമുള്ള കാലമാണ്.
അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് മാനസികമായ നിരാശകളെല്ലാം തന്നെ വിട്ടൊഴിയുന്ന കാലമാണ്. സുഹൃത്തുക്കൾ വഴി സഹായമുണ്ടാകും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതാണ്. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ നല്ല തീരുമാനം പ്രതീക്ഷിക്കാം. ഉപഹാരങ്ങൾ ലഭിക്കുവാനും ഭാഗ്യമുള്ള വാരമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഏറ്റെടുത്ത എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും വിജയമുണ്ടാകും. എന്നാൽ അല്പം കഠിന ശ്രമം വേണ്ടിവരുന്നതുമാണ്. മാനസികമായി നിലനിന്നിരുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും ഈ ആഴ്ച സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്യത പാലിക്കും. മേൽ ഉദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കുന്നതാണ്. വിവാദപരമായ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖം ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തനത്തിൽ മികച്ച വിജയമുണ്ടാകും. വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാനും ഈ ആഴ്ച കഴിയുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും. വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നതാണ്. ഇഷ്ടസ്ഥാന ലബ്ധി എന്നിവ പ്രതീക്ഷിക്കാം. പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ കഴിയുന്നതാണ്. അതുപോലെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതിയും ഉണ്ടാകും. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വർദ്ധിച്ചു നിൽക്കുന്ന വാരമാണ്. ഒന്നിലധികം തരത്തിലുള്ള ധനനേട്ടമുണ്ടാകും. ഭക്ഷണ സുഖം വർദ്ധിക്കുന്നതാണ്. കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. അന്യജനസഹായം എല്ലാ രീതിയിലും വന്നു ചേരുന്ന വാരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. അനവസരത്തിൽ അന്യർ ഇടപെടുന്നത് മൂലം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. സന്താനങ്ങൾക്ക് ഉന്നമനമുണ്ടാകും. നേത്രരോഗ സാധ്യതയുമുള്ള വാരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാം. അതുപോലെ സഹായികളിൽ നിന്നുള്ള ഇടപെടൽ വഴി പെട്ടെന്നുള്ള കാര്യസാധ്യമുണ്ടാകും. വിവാഹാലോചനകൾ തീരുമാനത്തിലെത്തും. കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും. വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും. മേലുദ്യോഗസ്ഥരിൽ നിന്നും വളരെയധികം പ്രശസ്ത വന്നു ചേരുന്നതാണ്. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് പരിക്ക് പറ്റുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വാഹനത്തിനും അറ്റകുറ്റപ്പണികൾക്കുള്ള സാധ്യതയുള്ള വാരമാണ്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം തന്നെ അവസാനിക്കും. ഏതു തരത്തിലുള്ള തടസ്സങ്ങളും തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പൊതുവെ പെരുമാറ്റത്തിൽ കൃത്രിമത്വം കലർത്തി വിരോധം സമ്പാദിക്കേണ്ടി വരും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്ന വാരമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ബന്ധുജന ഗുണം വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കുന്നതാണ്. ഇരുചക്ര വാഹനം വാങ്ങുവാൻ കഴിയും. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. സ്വജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. പ്രശ്ന പരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം ഈ ആഴ്ച തേടേണ്ടി വരും. കലാപരിപാടികളിൽ സംബന്ധിക്കുവാൻ കഴിയുന്നതാണ്. സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നും എതിർപ്പുണ്ടാകും. വ്യാപാരം, മറ്റ് ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി വളരെയധികം ഉന്നമനമുണ്ടാകുന്ന കാലം കൂടിയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.